എപ്പോഴാണ് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാൻ ഒരുപാട് റെക്കമെൻഡേഷൻസും ടെലിഗ്രാം ചാനൽസും അതുപോലെ തന്നെ സജഷൻസ് ഒക്കെ കിട്ടി നമ്മൾ വാങ്ങിച്ചു. എപ്പോഴാണ് ബെസ്റ്റ് ടൈം ടു സെൽ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ടെക്നിക്കൽ വശം കൂടിയും എപ്പോഴും നോക്കണം. നമ്മളിപ്പോ ലോങ് ടേമിലേക്ക് വാങ്ങിക്കുമ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെക്നിക്കൽസ് മനസ്സിലാക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ പ്രൈസ് ആക്ഷൻ, സ്മാർട്ട് മണി കൺസെപ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഇതെല്ലാം വെച്ച് നമ്മൾ എന്താക്കുക, അതിന്റെ ലെവൽസ് നല്ല പ്രൈസിലാണോ നിലവിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഓവർ വാല്യൂലാണോ അണ്ടർ വാല്യൂലാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ അത് ഒരുപാട് കാലം ഹോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിയും അതിന്റെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ തന്നെ ക്ലോസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഇഫ് സംതിങ് വെന്റ് റോങ്, അല്ലെങ്കിൽ അതിന്റെ ക്വാർട്ടർലി റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ടൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു നെഗറ്റീവ് റിവ്യൂവും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വാങ്ങിച്ച പ്രൈസിൽ തന്നെ കൊടുക്കുന്നതും ചില സ്റ്റോക്കുകൾക്ക് ചില സമയത്ത് നല്ലതാണ്. ടെക്നിക്കൽസ് ഒട്ടും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽസ് പഠിക്കുന്ന മാതിരി തന്നെ ടെക്നിക്കൽസും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്.